अस्सलाम वालेकुम, ईद मुबारक। സമയം 4 മണി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈദ് വ്ലോഗ്. രാവിലത്തെ ഈ ഒരു കാഴ്ച കാണാൻ നല്ല രസമായിരുന്നേ. എന്നും നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു വിൻഡോ തുറന്നിട്ട് നിൽക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ രാവിലത്തെ തണുപ്പും കാര്യങ്ങളൊക്കെ കൊള്ളാനായിട്ട്. ഈ ഒരു മരത്തിൽ കൂടി വെച്ചിരിക്കുന്ന കിളികളുടെ ശബ്ദവും അതേപോലെ തന്നെ പള്ളിയിലെ ദിക്റും ഒക്കെ കേൾക്കാനായിട്ട് ഭയങ്കര റിഫ്രഷ്മെൻ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കാറുണ്ട് വിൻഡോയൊക്കെ തുറന്നിട്ട്. ഇക്കതാ നേരത്തെ തന്നെ കുളിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ 5:45 ആകുമ്പോഴാണ് പെരുന്നാൾ നമസ്കാരം. അപ്പോൾ അതിന് മുന്നേ ഇക്ക ഇവിടെ നിന്ന് അപ്പുറത്തെ റൂമിലെത്തി അവരുമായിട്ടായിരിക്കും ഒരുമിച്ചായിരിക്കും പോകുന്നുണ്ടാവും നമസ്കാരത്തിന്. അപ്പോൾ ഇക്ക ഫ്രഷ് ആവാനായിട്ട് കയറിയിട്ടുണ്ട്. ഞാൻ എന്താ കിച്ചണിലേക്ക് പോകാൻ നേരം വിൻഡോയിൽ ഒരാൾ കിടക്കുന്നു. ആദ്യം ചെറുതായിട്ടൊന്ന് പേടിച്ചു, പിന്നെയാണ് കണ്ടത്. ഞാൻ തന്നെയാണ് ഇന്നലെ എടുത്തിട്ടത്, പക്ഷെ മറന്നുപോയി ഗൈസ്. ഓരോന്ന് പറക്കി അവിടെ എവിടെയും കൊണ്ടുവയ്ക്കും. ഹേസൂട്ടിന് ഇന്നലെ പോയ സമയത്ത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബാറ്റ്മാനാണ് കേട്ടോ ഇത്. അങ്ങനെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ കിച്ചണിലേക്ക് വന്നു. ഇറച്ചിയൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കുകയാണ്. ബീഫ് ബിരിയാണിയാണ് വെക്കുന്നത്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളതൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. ഇന്ന് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറച്ചിയൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. അതിന് ശേഷം ഫ്രിഡ്ജിൽ ഇന്നലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചു കേട്ടോ. അങ്ങനെ വയ്ക്കരുതെന്നാണ്, പക്ഷേ ഹീസുട്ടിനുള്ളത് കൊണ്ട് എല്ലാം കൂടി നടക്കത്തില്ല. ഇങ്ങനെ സവാളയും ഉള്ളിയൊന്നും ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല എന്നാണ്. ഇന്നലെ നമ്മൾ കിടന്നപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 1:30-2 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഹീസുട്ടൻ ഉറക്കം ഇല്ലാത്തത് കൊണ്ട് പിന്നെ നമുക്ക് അത് ശീലമായി. അങ്ങനെ ഇക്കാക്ക് ചായയൊക്കെ ഇടുകയാണ് ഗൈസ്. ചായയൊക്കെ ഇട്ട് കൊടുത്തു. ഇക്ക ഇതാ വന്നിട്ടുണ്ട്, കുളിച്ചൊക്കെ റെഡിയായി വന്നു. ഇക്കാക്ക് ചായയൊക്കെ കൊടുത്തു. അങ്ങനെയൊക്കെ ചായയൊക്കെ കുടിച്ചിട്ട് ഒക്കെ പോവാണ്. അപ്പുറത്ത് അവരോടൊപ്പം ആയിരിക്കും നമസ്കരിക്കാനായിട്ട് പോകുന്നുണ്ടാവുക. അതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നു. അരപ്പൊക്കെ പുരട്ടി ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് എടുത്ത് കട്ട് ചെയ്ത് കുറച്ചൊക്കെ കട്ട് ചെയ്യാനുണ്ടായിരുന്നു. കുറച്ചൊക്കെ വൃത്തിയാക്കി വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് തലേദിവസം. പക്ഷേ ഹേസൂട്ടൻ ഒന്നിനും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. തലേദിവസം നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കുള്ളത് കൊണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വൃത്തിയാക്കാനും നിന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ച് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വൃത്തിയായിക്കൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. ചിക്കനൊക്കെ എടുത്ത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് എല്ലോട് കൂടിയ ബീഫായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴുകിക്കൊണ്ട് നിന്നപ്പോൾ ഹേസൂട്ടൻ എഴുന്നേറ്റ് ഗൈസ്. പിന്നെ എന്താണ് ചെയ്യുന്നത്, നമ്മൾ രണ്ടുപേരിൽ ഒരാളെങ്കിലും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഹേസൂട്ടൻ അപ്പോഴേ എഴുന്നേക്കും. അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഹേസൂട്ടൻ അപ്പോഴേ എഴുന്നേറ്റ് വരുമെങ്കിലും ഇന്നലത്തെ ക്ഷീണം കാരണം ഉറങ്ങുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഉറങ്ങിയിട്ടില്ലായിരുന്നു ഗൈസ്. അങ്ങനെ വന്നു. പിന്നെ ഞാൻ അവനെ എടുത്തു വെച്ചുകൊണ്ടാണ് മസാലയൊക്കെ പുരട്ടി വൃത്തിയാക്കി അത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ നേരം വെളുക്കുന്നുണ്ടായിരുന്നേ. ഒരു കാഴ്ച കാണാൻ നല്ല രസമായിരുന്നു. ഞാൻ എപ്പോഴും വന്ന് നോക്കും. വിൻഡോ ക്ലോസ് ചെയ്തായിരിക്കും ഇട്ടിട്ടുണ്ടാവുക കേട്ടോ. ഞാൻ ചെന്ന് നിൽക്കുന്ന സമയത്ത് മാത്രം ഓപ്പൺ ചെയ്യും. ഞാൻ 4 മണിക്ക് എണീറ്റ സമയത്ത് ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. പിന്നെ ബാങ്കിൻ്റെത്, പിന്നീട് ഇതാ ദിക്കറിൻ്റെത്. കുറച്ച് കഴിഞ്ഞിട്ട് ഹേസൂട്ടൻ എഴുന്നേറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് നോക്കുന്ന സമയത്ത് നേരെ ഇങ്ങനെ വെളുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നേരം വെളുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് പള്ളിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പള്ളിയിൽ നേരത്തെ തന്നെ നമസ്കാരം തുടങ്ങും കേട്ടോ. അപ്പുറത്തെ പള്ളിയിൽ കുറച്ചുകൂടി ലേറ്റ് ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെയാണ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, നമസ്കാരം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പോയി കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റി നമസ്കരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹേസൂട്ടൻ TV ഇട്ട് കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോയി കുളിച്ചിട്ട് വന്നേ. ഡ്രസ്സൊക്കെ ചെയ്ത് വന്നപ്പോൾ എനിക്ക് കുറേ ഉമ്മയൊക്കെ തന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ചോദിക്കാതെ തന്നെ ഉമ്മ തന്നു. കുളിച്ചിട്ട് വന്നതിന് ശേഷം ബെഡൊക്കെ റെഡിയാക്കി. ഹേസൂട്ടന് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നേ, ഫോർമുല കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറുക്കൊന്നും കുടിക്കില്ലെന്ന് കുറച്ച് നേരത്തെ അല്ലേ എഴുന്നേറ്റത്. അപ്പോൾ ഇന്നലെ രാത്രിയിലാണ് ഞാൻ കുളിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എടുത്ത് കുളിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അതിന് ശേഷം ഞാൻ നമസ്കരിക്കാനായിട്ട് കയറി. അങ്ങനെ നമസ്കരിക്കാനായിട്ട് പോയപ്പോഴാണ് കേട്ടോ ഈ ഒരു കാഴ്ച കാണുന്നത്. ഒരുപാട് പേരുണ്ടായിരുന്നു നമസ്കരിക്കാനായിട്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, ഏത് പള്ളി എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരുപാട് പേരുണ്ടാവും. നല്ല ക്രൗഡായിരിക്കും നമസ്കരിക്കാനായിട്ട്, ഒത്തിരി പേരുണ്ടാവുക. അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരായിട്ട്. പള്ളിയിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞിറങ്ങിയ സമയത്ത് ഞാനും നമസ്കരിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് കിച്ചണിലേക്ക് വന്നു. ഹേസൂട്ടൻ കുറച്ച് കുഴപ്പമില്ലാണ്ട് നിൽക്കുകയായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കി കൂടി പണിയൊക്കെ തീർക്കാമെന്ന്. ഇന്ന് പാലാട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ പാലാടയ്ക്ക് വേണ്ടിയിട്ട് മുട്ടയും അരിപ്പൊടിയും കുറച്ച് ഏലക്കയും
ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അതൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബീഫ് എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കേട്ടോ. നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ടു. ഹേസുട്ടൻ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഓടി വന്നു. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. ചിണുങ്ങലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ വലിയ കരച്ചിലായി കഴിഞ്ഞാൽ ഞാൻ കൂടെ ഇരിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കി എടുത്ത് കയ്യിലൊക്കെ വെച്ച് അങ്ങനെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പണി കിട്ടാതെ പോവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം മൊത്തം ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഒന്ന് നേരത്തെ എഴുന്നേറ്റതുകൊണ്ട് അതിൻ്റെ ഒരു മൂഡ് മാറ്റം കൂടി ഉണ്ടാവും. അങ്ങനെ കുക്കറിൽ ബീഫ് വെച്ചതിന് ശേഷം ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിലിപ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഞാൻ കുക്കർ വെച്ചിരിക്കുകയാണ്. അതിന് ശേഷം അതൊന്ന് വേകാൻ വേണ്ടിയിട്ട് ഒരു 4-5 വിസിൽ കേൾക്കട്ടെ എന്ന് വിചാരിച്ച് വേവിക്കാൻ വെച്ചു. അതിൽ ഞാൻ മസാലപ്പൊടികൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഉള്ളിയൊന്നും വഴറ്റിയിട്ടില്ലേ. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിനകത്ത് ഉള്ളിയൊക്കെ വഴറ്റുകയാണ്. ആദ്യം കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു സവാള കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുക്കറിൽ വിസിൽ 4 കേട്ട സമയത്ത് അതെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒരുവിധം ഒരുപാടങ്ങ് വെന്ത് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ദമ്മ് കൂടി ചെയ്യുമ്പോൾ ഒരുപാട് വെന്ത് പോകും. അപ്പോൾ ഒത്തിരി അങ്ങ് വെന്ത് പോയിട്ടില്ല, കറക്റ്റ് പരുവായിരുന്നേ. അതിനുശേഷം അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചോറിന് വേണ്ടിയിട്ട് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലും കുറച്ച് ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും അതൊക്കെ ചതച്ചത് കൂടി ഇട്ട് കൊടുത്ത് ഒരു തക്കാളിയുടെ പകുതി കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഉപ്പും ഇട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ജീരകശാലയുടെ അരി കൂടി ഇട്ട് കൊടുത്ത് നെയ്യിലൊന്ന് വഴറ്റിയെടുത്തേ. അതിനുശേഷം അരിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം എടുത്തുകൊണ്ട് നിന്ന സമയത്ത് ഹേസുട്ടൻ പിറകെ വന്ന് ഒരു പ്ലേറ്റ് എടുത്ത് താഴേക്ക് ഇട്ടു. ഞാൻ എന്തോ മൂടി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്ലേറ്റ് ആയിരുന്നു. അതെടുത്തങ്ങ് താഴെ ഇട്ട് ഗൈസ്. അവിടെ മൊത്തം പൊട്ടിച്ചിതറി ആകെ അലങ്കോലമായി. അതിനുശേഷം ഞാൻ പതിയെ ഹേസുട്ടനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് ഹൈ ചെയറിലിരുത്തി കാലൊന്നും പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാരാ ചെയ്തതെന്നുള്ളൊരു നിപ്പും കൂടി ഉണ്ടായിരുന്നേ. പാവം പേടിച്ചു പോയായിരുന്നു സത്യം പറഞ്ഞാൽ. പണിയുടെ ഇടയിൽ നിൽക്കുന്നത് കൊണ്ട് ചെറിയ ദേഷ്യമൊക്കെ വന്നെങ്കിലും പിന്നെ പാവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയ അങ്ങ് ദേഷ്യപ്പെടുക കാര്യമൊന്നും ചെയ്തില്ല. അങ്ങ് കൊണ്ടങ്ങിരുത്തിയിട്ട് കളിപ്പിച്ചിട്ടൊക്കെ തിരിച്ചു വന്നു. അതിനുശേഷം ഓരോന്നായിട്ട് നുള്ളി പറക്കി. നമ്മുടെ കണ്ണിൽ കണ്ടില്ല എന്നുണ്ടെങ്കിലും ഹേസുട്ടന് എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടാറുണ്ട് പൊടിയും കാര്യങ്ങളൊക്കെ. അവൻ്റെ കണ്ണിൽ എപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ പേടിയായിരുന്നു. നന്നായിട്ട് സൂക്ഷ്മദർശിനിയൊക്കെ വെച്ചിട്ട് നോക്കി വൃത്തിയാക്കി അതൊക്കെ ഒന്ന് കവറിൽ കെട്ടി സെപ്പറേറ്റ് ബിന്നിലിട്ടിട്ട് അരിക്കുള്ള മസാലയൊക്കെ ചേർത്തിട്ട് അരി വേകാനുള്ള വെള്ളവും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മൂടി വെച്ചു. അതിനുശേഷം ബീഫിൻ്റെ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മസാലയും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയിലേക്ക് മസാല കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് കൂടി ഇതിലേക്ക് തട്ടി കൊടുത്ത് കുറച്ചുകൂടി ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ഇപ്പുറത്ത് ചോറും ഇപ്പുറത്ത് ബീഫിൻ്റെ കറിയും കൂടി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹേസുട്ടൻ എന്തായാലും കുറുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറുക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. നോട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കുറുക്കായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കൊണ്ട് കൊടുത്തപ്പോഴേക്കും രാവിലെ അല്ലേ വിശപ്പായിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തുകൊണ്ട് പോയതാണ്. പക്ഷേ ഒട്ടും കുടിക്കുന്നുണ്ടായിരുന്നില്ല. 2-3 തവണയൊക്കെ വായിൽ വെച്ചു. പിന്നെ കരച്ചിലൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരമല്ലേ ആഴോളം ഫോമുല കുടിച്ചിട്ട്. അപ്പോൾ 2-3 തവണയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാൻ വലുതായിട്ട് നിർബന്ധിക്കാൻ നിന്നില്ല. കാരണം 8 മണി പോലും ആയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ എന്തിനാ കരയിപ്പിക്കണേന്ന് വിചാരിച്ച് പിന്നെ വലുതായിട്ട് നിർബന്ധിക്കാൻ നിന്നില്ല. ഇടയ്ക്കിടയ്ക്ക് പോയി ഓരോ സ്പൂണ് കളിപ്പിച്ചൊക്കെ എങ്ങനെയെങ്കിലും കൊടുക്കും. ഒറ്റ സ്ട്രെച്ചിൽ കുടിക്കൂല എന്ന് എനിക്ക് തന്നെ അറിയായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നു. അതിനുശേഷം നമ്മുടെ ചോറ് പെട്ടെന്ന് തന്നെ വേവ് കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രം മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ജീരകശാല അരി വെന്ത് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ക്ലീനിങ്ങും കൂടെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ ഒരുപാടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൗണ്ടർ ടോപ്പും കാര്യങ്ങളും പാത്രം കഴുകാനുള്ളതൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ലാസ്റ്റ് ഉണ്ടാവും. അങ്ങനെയാണല്ലോ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് പാത്രത്തിലാക്കാനായിട്ട് പറ്റില്ല. ഒരുപാട് പാത്രങ്ങളുണ്ടാവും. കൂടുതലും ബൾക്കായിട്ട് കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പ് കൂടി വൃത്തിയാക്കിയതിന് ശേഷം ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉള്ളി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും അതിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു കേട്ടോ. ഇതിന് നല്ല ഫ്ലേവർ ആയിരിക്കും. ഇതാണ് മെയിൻ നമ്മുടെ ബിരിയാണിയുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കിസ്മിസും
കാഷ്യൂനട്ടും കൂടി കഴുകിയിട്ട് അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം സലാഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അരിയാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കുംബറും ക്യാരറ്റും തക്കാളിയും മല്ലിയില പുതിനയില തൈര് എല്ലാം കൂടി ചേർത്തിട്ട് ഇതുകൂടി റെഡിയാക്കണം. ഇവിടെ പെരുന്നാൾ ഇന്നാണെന്നുണ്ടെങ്കിലും നാളെയാണ് കേട്ടോ നാട്ടിൽ. അപ്പോൾ മനസ്സുകൊണ്ട് നമ്മൾ നാട്ടിലാണ്. പെരുന്നാളായിട്ട് എന്തോ ഒരു വിഷമം ഉണ്ടായിരുന്നത്. നാട്ടിൽ നിന്ന് നോമ്പാണല്ലോ, പെരുന്നാളല്ല എന്നുള്ളൊരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിളിക്കാനൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ ഒരുമിച്ച് ഇവിടെയും നാട്ടിലൊക്കെ ഒരുമിച്ച് പെരുന്നാളാണെന്നുണ്ടെങ്കിലാണ് വിളിക്കാനൊക്കെ ഒരു രസം ഉണ്ടാവുക. അപ്പോൾ അവരും സന്തോഷമായിട്ടിരിക്കുന്നുണ്ടാവും, നമ്മളും സന്തോഷമായിട്ടിരിക്കുന്നുണ്ടാവും. ഇന്ന് വിളിച്ചു കഴിഞ്ഞാൽ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉമ്മച്ചി നല്ല ബിസി ആയിരിക്കും. അപ്പോൾ എങ്കിലും രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തായി എന്നൊക്കെ പറഞ്ഞിട്ട്. ഭയങ്കര ഒരു ഹോം സിക്നെസ് ഉള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ മാറി നിൽക്കാനൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ്. എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാലാണ് എനിക്ക് ഉറക്കം ശരിയാവുക. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. കല്യാണ സമയത്തും ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ അത് രണ്ടായി മാറി. എൻ്റെ വീട്ടിലും ഇക്കാടെ വീട്ടിൽ എൻ്റെ റൂമിൽ മാത്രം കിടന്നാലാണ് എനിക്ക് ഉറക്കം വരുന്നുണ്ടാവുക. ഇങ്ങനെ ചില കാര്യങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളാണ്. വീട്, നമ്മുടെ നാട്. പ്രവാസിമാരുടെ വൈഫാകുമ്പോൾ നമുക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും നാട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അതിനുശേഷം സാലഡ് ആക്കിയിട്ടുണ്ടായിരുന്നേ. എല്ലാം കൂടി മിക്സ് ചെയ്തൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് തൈര് കൂടി ഇട്ടിട്ട് അതൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സൈഡിൽ തന്നെ ഉള്ളി കൂടി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ഹേസൂട്ടിന് ഇടയ്ക്കിടയ്ക്ക് കുറുക്ക് കൂടി വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ പണികളും നടക്കുന്നുണ്ട്. പിന്നെ ഞാനിന്ന് വെർമിസലി പായസം കൂടി വെക്കാമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഒരു സ്വീറ്റ് കൂടി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ്. ഞാൻ ആദ്യം വിചാരിച്ച പുഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടാക്കാമെന്ന്. പിന്നെ ഞാൻ ആ പ്ലാൻ മാറ്റി. രാത്രി തന്നെ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പായസം വയ്ക്കാം, അതിനുള്ള ഐറ്റം കൂടി എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അല്ലാന്നുണ്ടെങ്കിൽ പുഡിങ്ങോ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ വരുന്ന ഗസ്റ്റിനും കുറച്ച് അപ്പുറത്തേക്കൊക്കെ കൊടുത്തു വിടാനായിട്ട് പായസമായിരിക്കും കുറച്ചുകൂടി എളുപ്പമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പായസമാക്കി. അപ്പോൾ സാലഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നോമ്പ് കഴിഞ്ഞുള്ള ഏറ്റവും കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പുണ്ടോ ഉപ്പില്ലേന്ന് അറിയാൻ വയ്യല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കൺഫ്യൂഷൻ അടിച്ചിരുന്നാലും നമ്മൾ ടേസ്റ്റ് നോക്കില്ല. ഒരു നോമ്പിൻ്റെ അതേപോലെ നമ്മൾ നോമ്പാണെന്ന് വിചാരിക്കും, നോമ്പിനുള്ളതുപോലെ ടേസ്റ്റ് നോക്കാതിരിക്കും. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള പണി. പെരുന്നാളായിട്ടും എല്ലാത്തിനും ഒരു ഏകദേശം ഇട്ട് എന്നല്ലാതെ ഞാൻ ടേസ്റ്റ് നോക്കി ഇടാനേ മറന്നുപോയി ഗൈസ്. അതായിരുന്നു പ്രശ്നം. പക്ഷേ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. സലാഡിലൊക്കെ ഞാൻ ആദ്യം ഇങ്ങനെ വിചാരിച്ചു ഉപ്പ് കുറവാണോ കൂടുതലാണോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെയാണ് ഞാൻ ഓർത്തത് ടേസ്റ്റ് നോക്കാൻ പറ്റുമല്ലോ എന്ന്. അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. ഉമ്മച്ചിക്കും ഞാൻ വീട്ടിൽ കണ്ടിട്ടുണ്ട്, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഉള്ളിയൊക്കെ വറുത്തെടുത്തു. അതിന് ശേഷം കിസ്മിസും കാഷ്യൂനട്ടും കൂടി വറുത്തെടുത്തു. അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് ഗീ ഒഴിച്ചിട്ട് വെർമിസലി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇപ്പുറത്ത് കുക്കറിൽ ചവ്വരി കൂടി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തൊരു പാൻ വെച്ചിട്ട് അതിൽ വെർമിസലി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചിട്ട് വെർമിസലി പൊട്ടിച്ചിട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് റോസ്റ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് വലുതായി പോയി ഗൈസ്. അപ്പോൾ ഇളക്കാനായിട്ട് കുറച്ച് പണി കിട്ടും. ഫസ്റ്റ് ട്രൈ ആണ്. 1-2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് പൊടിച്ച് കിട്ടിയിട്ടുള്ള ഒരു വെർമിസലി മിക്സിലൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. അല്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഫുള്ളി ആരുടെയും ഹെൽപ്പില്ലാതെ ഉണ്ടാക്കുന്നതൊക്കെ ഫസ്റ്റ് ടൈമാണ്. കടലപ്രഥമനും അടപ്പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വീട്ടിലും ഇക്കാടെ വീട്ടിലൊക്കെ ഒരുപാട് തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ വെർമിസലി അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പണി എനിക്ക് പറ്റിപ്പോയി ഗൈസ്. അങ്ങനെ ഓരോ സ്റ്റെപ്പ് എൻ്റെ മനസ്സിലുണ്ടായിരിക്കും, ഇത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ കണക്ക് കൂട്ടിയാണ് ഓരോന്നും ചെയ്യുന്നത്. ഇവിടെ ഒരു കോമഡി സംഭവിച്ചു ഗൈസ്. അങ്ങനെ വിറക് കൊള്ളി പോലെ കിടക്കുകയല്ലേ ചെയ്യും. മറിച്ചിടാനോ അല്ലെങ്കിൽ എല്ലായിടവും ഒരുപോലെ റോസ്റ്റ് ചെയ്യാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീണ്ടും ആ ഒരു വുഡൻ സ്പൂൺ വെച്ചിട്ട് തന്നെ കുറച്ചൊക്കെ ഒന്ന് പൊടിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എല്ലായിടവും ഒന്ന് റോസ്റ്റ് ആക്കി ഇട്ടു. എങ്കിലും ആ ഒരു മസാലയിൽ കുറച്ചൊന്ന് പല കളറിൽ കിടക്കുന്ന കാണാനാണല്ലോ രസം. കുറച്ചൊന്ന് റോസ്റ്റായി, കുറച്ചൊന്ന് നല്ല ലൈറ്റ് കളറിൽ അങ്ങനെ മിക്സായി കിടക്കുമ്പോൾ നല്ല രസമാണ്. അങ്ങനെ അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വേണ്ട പാലൊക്കെ ഒഴിച്ചിട്ട് ഒന്നുകൂടി മിക്സാക്കി പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അതിനിടയിൽ എൻ്റെ കൈ കൂടി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന് പൊള്ളിയെ. അപ്പോൾ വെപ്രാളത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഹീസിന് കുറുക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പണിയൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് പണിപാളി പോയതാണ്. എല്ലാം പെട്ടെന്ന് തന്നെ തീർക്കണമെന്നുള്ളത് കൊണ്ട് വെപ്രാളപ്പെട്ടാണ് എല്ലാം ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമായിരുന്നേ. അതിനുശേഷം വേവിക്കാനായിട്ട് വെച്ചു. ഇതാ നമ്മുടെ കുക്കറിൽ വിസിൽ കേട്ടിട്ടുണ്ട്. ഒരു 3-4 വിസിൽ കേട്ടു. അപ്പോഴേ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കറൊക്കെ തുറക്കാനായിട്ട് ഞാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിന്നപ്പോൾ കഥക് തുറക്കുന്ന സൗണ്ട് കേൾക്കുന്നു, ഒരാൾ ഓടുന്നു. ഇക്കതാ വന്നിട്ടുണ്ട്.
അങ്ങനെ ഇക്ക വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായേ, എനിക്കൊരു സമാധാനമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇക്ക പിന്നെ ഹീസൂട്ടനെ ഏറ്റെടുത്തു ഗൈസ്. അതിന് ശേഷം ഞാൻ ഓരോന്നായിട്ട് ഒതുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ സാഗ സൂട്ട് കുറച്ചൊന്ന് അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം നന്നായിട്ട് ഇളക്കുന്നുണ്ടായിരുന്നു. അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം കിസ്മിസും കാഷ്യൂനട്ടും കൂടി നെയ്യിൽ വറുത്ത് അതുകൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓൾമോസ്റ്റ് റെഡിയാണ്. അപ്പോൾ ഒന്നുകൂടി കുറുകി വരട്ടെ എന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പണി കിട്ടി ഗൈസ്. ഇരുന്നിരുന്ന് സെറ്റ് ആവുമല്ലോ, അത് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഹെയ്സൂട്ടനെ അത് അവൻ്റെ കാറിലൊക്കെ ഇരുത്തി ഇക്ക അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുകയാണ്. അതിനുശേഷം ദമ്മിടൽ പരിപാടികളിലേക്ക് ഞാൻ പോയി. എല്ലാം റെഡിയാണല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു ദമ്മിട്ട് വെക്കാമെന്ന്. 8:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ, എങ്കിലും ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ദമ്മിട്ട് വെച്ച് പരിപാടികൾ തീർത്തിട്ട് കിച്ചണിൽ നിന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് നമ്മുടെ ബീഫിൻ്റെ ലെയർ ഇട്ടു, അതിനുശേഷം ചോറ് ലെയർ ഇട്ടു. 3-4 ലെയർ ആക്കിയിട്ടുണ്ടായിരുന്നേ. കുറേശ്ശെ ആയിട്ട് ബീഫ് ഇട്ട് കൊടുത്ത് റൈസ് ഇട്ട് കൊടുത്തിട്ട് ഉള്ളി ഫ്രൈ ചെയ്തതും കിസ്മിസും കാഷ്യൂനട്ടും കൂടിയൊക്കെ ഇട്ട് കൊടുത്തു. കുറച്ച് നെയ്യ് ഒഴിച്ചു, ഗരം മസാല കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് പാല് കുങ്കുമപ്പൂവും കൂടി മിക്സ് ചെയ്തിട്ട് അതുകൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ മല്ലിയില പുതിനയില എല്ലാ കാര്യങ്ങളൊക്കെ ഇട്ട് അലുമിനിയം ഫോയിൽ വെച്ച് ദം ചെയ്യാൻ വേണ്ടിയിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മൂടി കൂടി വെച്ചിട്ട് അടിയിലൊരു ദോശക്കല്ല് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് പാൻ വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അതുകൂടി ദം ചെയ്യുന്നുണ്ടായിരുന്നേ. അതിനുശേഷം ഞാൻ ബാക്കി ഉണ്ടായിരുന്ന പാത്രങ്ങളൂടി കഴുകിയേ. അത് വളരെ പെട്ടെന്നായിരുന്നു ഗൈസ്. അതിനുശേഷം പാത്രങ്ങളൊക്കെ കഴുകി. കുറച്ച് പാത്രങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോഴപ്പോഴും കഴുകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരുപാടുണ്ടായേനെ. എങ്കിലും കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയപ്പോഴാണ് ഒന്ന് സമാധാനമായത്. അതിനുശേഷം ഒക്കെ നാട്ടിൽ വിളിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അനിയനൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അനിയൻ ദുബൈയിലാണേ. അപ്പോൾ അവിടെയും ഇന്നാണല്ലോ ഇത്. അപ്പോൾ അവൻ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഞാൻ പാലാട കൂടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ. ബീഫ് ഞാൻ ഫുള്ളി ദമ്മിട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്, നാസ്തയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പാലാട ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ബീഫ് കറി ഇരിപ്പുണ്ട്, അതൊരു വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പാലാടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് അനിയൻ്റെ കോള് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവനെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ചുറ്റിച്ചു കൊടുക്കുമായിരുന്നേ. പാലാട കോമഡി ആയിരുന്നു, ഞാൻ പറയുകയും ചെയ്തത്. അപ്പോൾ നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ദമ്മ് ചെയ്തത് 1/2 മണിക്കൂറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ നേരെ തന്നെ ഇക്കടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുത്ത് മാറ്റാനായിട്ട്. അങ്ങനെയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഇക്ക എടുത്ത് മാറ്റി. അതിന് ശേഷം നമ്മൾ ചായക്കൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ കഴിക്കാൻ പോവുകയാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ഇന്ന് നല്ല ടയേർഡായി, ഇന്നലെ ഉറങ്ങിയിട്ടുമില്ല. ഇവിടെയാണെന്നുണ്ടെങ്കിലും നാട്ടിലാണെന്നുണ്ടെങ്കിലും നോമ്പ് പെരുന്നാൾ കഴിഞ്ഞാൽ നല്ല ക്ഷീണമായിരിക്കും. നമ്മൾ വലിയ പെരുന്നാൾ പോലെ ആയിരിക്കില്ല നോമ്പൊക്കെ കഴിഞ്ഞതിൻ്റെ ക്ഷീണവും പിന്നെ ഉറക്കവും ഇല്ല. പിറ്റേ ദിവസം നമുക്ക് എന്തായാലും ആ ഒരു ഇടയത്താഴത്തിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ എഴുന്നേൽക്കും. പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടയേർഡാവും. വൈകിട്ടൊക്കെ ആയിരിക്കും നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് ഒത്തുകൂടുന്നത്, എവിടെയെങ്കിലുമൊക്കെ പോകുന്നതും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് എവിടെയും പോകണ്ട, അത്രയും ടയേർഡായി. ഹീസൂട്ടൻ ഇന്നലെ ഉറങ്ങാത്തത് കൊണ്ട് എനിക്കും നല്ല ടയേർഡ്നെസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇക്കാലത്ത് പറഞ്ഞത് നമുക്കിന്ന് പോകണ്ട, എന്തായാലും 3-4 ദിവസം ഇക്കാക്ക് ലീവുണ്ട്, അപ്പോൾ പോവാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ഇന്ന് എന്തായാലും പുറത്തൊന്നും പോകുന്നില്ല, ഇന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അശോകന് കുറച്ച് ക്ഷീണമാകാമെന്ന് കരുതിയിട്ട് ഞാനും ഹീസൂട്ടനും ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഹീസൂട്ടന് ഒരു മുട്ടയൊക്കെ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കിടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ എഴുന്നേറ്റതാണ്, ഇന്നലെ ഉറങ്ങിയിട്ടുമില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു കുളിപ്പിക്കണ്ട, ഒന്ന് ജസ്റ്റ് ഉറങ്ങിയതിന് ശേഷം ഇപ്പം തന്നെ എഴുന്നേറ്റോളും, 1 മണിക്കൂറിനകത്ത് എഴുന്നേക്കും. അപ്പോൾ അതിന് ശേഷം കുളിപ്പിക്കാമെന്ന് വിചാരിച്ചേ. പാവം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അപ്പോൾ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു വീഡിയോസിന് വേണ്ടിയിട്ട്. പിന്നെ ഇക്ക ഫ്രൈ ചെയ്യാനും ചിക്കൻ ഫ്രൈ ചെയ്യാനും അതേപോലെ പപ്പടം പൊരിക്കാനൊക്കെ ഇക്ക കയറിയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഒരു അസിസ്റ്റൻറ്റ് വേണം, അതുകൊണ്ട് തന്നെ ഫുള്ളി റെസ്റ്റ് എടുക്കാൻ പറ്റില്ല ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടേ ഇരിക്കും, അതവിടെ ഇരിക്കുന്നു ഇതവിടെ ഇരിക്കുന്നു എന്ന്. അപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ തന്നെ ചെയ്താൽ മതിയായിരുന്നു, ഇതിന് എന്തിനാണ് വിളിച്ചതെന്ന് ഞാൻ തന്നെ വിചാരിക്കും. ചില ദിവസങ്ങളിൽ ഒന്നും ചോദിക്കില്ല, ചില ദിവസം എനിക്ക് ദേഷ്യം വരും ഗൈസ് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത്. അതിനേക്കാളും നമ്മൾ ചെയ്താൽ മതിയായിരുന്നല്ലോ എന്ന് വിചാരിക്കും. ചില ദിവസങ്ങളിലൊന്നും ദേഷ്യപ്പെടുമോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെയ്യും. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തു ഗൈസ്. നേരത്തെ തന്നെ മസാലയൊക്കെ പുരട്ടി വെച്ചതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. തൈര് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് അത്രയും രസമായിട്ട് തോന്നിയില്ല. ചിക്കൻ കറിയൊക്കെ വെക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അത് നന്നായിരിക്കും. അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്, പപ്പടമൊക്കെ ഉണ്ടാക്കി
അതിനുശേഷം ഞാൻ വന്ന് ദമ്മ് പൊട്ടിക്കുകയാണ് ഗൈസ്. കിച്ചൺ ഫുള്ള് ബിരിയാണീൻ്റെ മണമായിരുന്നു. ഹോട്ട് പോട്ടിലേക്ക് ഒരു സൈഡിലായിട്ട് മസാല, ഒരു സൈഡിലായിട്ട് ചോറുമായിട്ട് കൊടുത്തു. അതിനുശേഷം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഗസ്റ്റ് വരാനായിട്ട് ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ പോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം സാലഡ് ബൗളിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ ഒക്കെ ചെറുതായിട്ടൊന്ന് ഗാർണിഷൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മുടെ മിൻറ്റ് ചട്നി കുറച്ച് ദിവസമായി പോയെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു, ടേസ്റ്റൊക്കെ ഓക്കെ ആയിരുന്നു. അതിനുശേഷം എല്ലാം വിളമ്പിയൊക്കെ വെച്ചപ്പോൾ ഹേസുട്ടൻ എഴുന്നേറ്റു ഗൈസ്. അങ്ങനെ ഹേസുട്ടനെ പെട്ടെന്ന് തന്നെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും നമ്മുടെ ഗസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. പറയാനായിട്ട് പറ്റില്ല കേട്ടോ, നമുക്കൊരു ഫാമിലിയെ പോലെ തന്നെയാണ്. നമ്മുടെ അപ്പുറത്തെ റൂമിൽ ഇർഷാദുക്കായും സനലിനെയൊക്കെ പോലെ തന്നെയാണ്. ഒരു ബ്ലാക്ക് ടീഷർട്ട് ഇട്ട ഇതാണ് ഞാൻ ഗസ്റ്റ് എന്ന് പറഞ്ഞത്, നിശാന്ത് അണ്ണൻ. നമുക്കൊരു ചേട്ടനെ പോലെ തന്നെയാണ് കേട്ടോ. ഫാമിലി ഇവിടെ വരുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുമിച്ച് പുറത്ത് പോകാറുണ്ട്, ഫുഡൊക്കെ കഴിക്കാൻ പോകാറുണ്ട്. നല്ല വൈബുള്ള ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ ചേട്ടനാണ് ഇന്നത്തെ ഗസ്റ്റ്. ഇർഷാദുക്കായും സനലും ജസ്റ്റ് ഇവിടേക്ക് വന്നതാണ് കേട്ടോ പെരുന്നാളായിട്ട്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാതെ വിടാൻ പറ്റില്ലല്ലോ, അവരെയും കൂടി പിടിച്ചിരുത്തി കഴിപ്പിച്ചു. അവരപ്പുറത്ത് ഫുഡൊക്കെ വെച്ചതാണ് കേട്ടോ. പിന്നെ വന്നപ്പോൾ കുറച്ചെങ്കിലും ഫുഡ് കഴിപ്പിച്ചിട്ടേ വിട്ടോളൂ കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി അവരൊരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പക്ഷെ അതൊന്നും ഇവിടെ അടുത്തല്ല, ഖോബാറിലാണ്, നമ്മൾ ദമാമിലാണ്. അപ്പോൾ ആള് അപ്പുറത്തെ റൂമിൽ കുറച്ച് പേരെയും കൂടെ കാണാനുണ്ട്. അപ്പോൾ അവിടേക്ക് പോവുകയാണ് കേട്ടോ, ബാച്ചിലേഴ്സ് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇക്കായും ഹീസും കൂടെ റെഡി ആയിട്ട് അണ്ണൻ്റെ കൂടെ പോയി. പിന്നെ ഹീസുട്ടും പോകുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രസ്സ് ഷിജിൻ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ റൂമിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ്, ആളിപ്പോൾ ദുബൈയിലാണ്. അപ്പോൾ ദുബൈയിൽ നിന്ന് ദമാമിൽ കുറച്ച് ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നിശാന്തനൊക്കെ ഇറങ്ങിയ സമയത്ത് ഇക്കായും കൂടി അപ്പുറത്തെ റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹീസുട്ടിനെ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. ഡ്രസ്സൊക്കെ മാറ്റിയപ്പോൾ തന്നെ മനസ്സിലായി എവിടെ പോകുന്നെന്നുള്ളത്. അപ്പോഴേ ടാറ്റയൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇക്കാടെ കൂടെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ മൈൻഡേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇക്കാടെ കൂടെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പോയ സമയത്ത് ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തു കേട്ടോ, എനിക്ക് അത്രയ്ക്ക് ടയേർഡായിരുന്നു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്കായും ഹീസുട്ടിനും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. റൂമിൽ കുറേ നേരം അവരോട് ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് കളിച്ചിട്ടാണ് വന്നത്. അവിടെ നിന്ന് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി, ടോയ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് പോയ സമയത്ത് അവർ മേടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹീസുട്ടൻ ആദ്യമായിട്ടാണ് ഈ ടൈപ്പിലുള്ള ടോയ് കാണുന്നത്, മുട്ടയൊക്കെ ഉള്ളത്. ഇങ്ങനെ 2-3 തവണ ഞാൻ കണ്ടതായിരുന്നു, പക്ഷേ വായിലിടുന്നത് കൊണ്ട് ഞാൻ എങ്ങനെ മേടിച്ചില്ല. കൂടുതലും ഇങ്ങനത്തെ കുഞ്ഞ് ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇളക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അവൻ വായിലിടും. പക്ഷേ ഇത് കുറച്ച് നേരമൊക്കെ വായിലിട്ടിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം മൊത്തം മുട്ടയിലായിരുന്നു കളി. പിന്നീട് അതങ്ങ് മറന്നുപോയി. അപ്പോഴേക്കും ഞാനെടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴാണ് ബിരിയാണി കഴിച്ചത്. നമ്മൾ ലേറ്റായിട്ടാണ് ബിരിയാണി കഴിച്ചത് കേട്ടോ. അപ്പോൾ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ നോമ്പ് കഴിഞ്ഞിട്ട് അങ്ങനെ വിശക്കാറില്ല. പെരുന്നാളിൽ അങ്ങനെ വലുതായിട്ട് കഴിക്കാനായിട്ട് പറ്റില്ല. അതിന് ശേഷം നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഹീസുട്ടൻ ഇതാ ജുബയും പാനും കൂടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റെഡിയായി. അപ്പോൾ ഹീസുട്ടൻ ഭയങ്കര കച്ചറായിരുന്നേ, ഭയങ്കര കരച്ചിലും കാര്യമായിരുന്നു. 6 മാസമൊക്കെ ആയ സമയത്താണെന്ന് തോന്നുന്നു ഫസ്റ്റ് ഈദ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് നല്ല കുട്ടിയായിട്ടൊക്കെ ആയിരുന്നു, പക്ഷെ പോസ് ചെയ്യാനും ഭയങ്കര പാടായിരുന്നു. പിന്നെ തൊപ്പി ഒട്ടും വെക്കില്ല കേട്ടോ, തൊപ്പി ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എനിക്കാണെങ്കിൽ തൊപ്പി വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാനായിരുന്നു ആഗ്രഹം, പക്ഷേ ചെക്കൻ ഒരു രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടിയ ഫോട്ടോസും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. ഞാൻ റീലിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഷോർട്സ് എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്, എങ്കിലും അത്യാവശ്യം കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാത്തിലും ഇതേപോലെ കരച്ചിലായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ. അതേപോലെ പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.